Good morning. Okay. Good morning. അപ്പൊ നമുക്ക് തുടങ്ങാട്ടെ. അരമണിക്കൂർ എടുക്കുന്നുള്ളൂ. അരമണിക്കൂറുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഹാരോണിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ല. എന്ത് പറ്റി? ഈസ്റ്റർ ഒക്കെ ആഘോഷിക്കാൻ പോയി തോന്നുന്നു അല്ലേ? ഓക്കെ ക്രിസ്ത്യൻ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഈസ്റ്റർ ഒക്കെ നന്നായിരുന്നില്ലേ? നല്ല രീതിയിൽ ആഘോഷിച്ചില്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് അടുത്ത ഭാഗമൊന്ന് വേഗം പറയാട്ടോ. നമുക്കത് ഫുൾ തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയും കൂടെ കയറിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് തരാം നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്യാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 10 uses ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. അതായത് ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറുകളുടെ 10 ഉപയോഗങ്ങളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഒരു 10 uses ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ പോയിന്റുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കൂ, മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. ഇതാണ് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. രോഗികളുടെ വിവരങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. അല്ലെ, കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇതെല്ലായിടത്തും എന്താണ് നമുക്കറിയാം, നമ്മൾ ഇത്രയും പഠിച്ചത് അതാണ് അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസും പ്രത്യേക സോഫ്റ്റ്വെയറുകളും എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ രോഗിയുടെ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നു അല്ലെ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ദ പേഷ്യന്റ് ഇൻഫർമേഷൻ ഇസ് കെപ്റ്റ് ഓർഗനൈസ്ഡ് സേഫ് ആൻഡ് റെഡിലി അവൈലബിൾ ഓൺ എ കമ്പ്യൂട്ടർ അല്ലെ. ഒരു കമ്പ്യൂട്ടറിൽ ഈ പറയുന്ന രോഗിയുടെ വിവരങ്ങൾ വളരെ ഓർഗനൈസ് ചെയ്ത് വളരെ സുരക്ഷിതമായിട്ട് വളരെ പെട്ടെന്ന് അവൈലബിൾ ആകുന്ന രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നത്, രോഗികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് അല്ലെ. വളരെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. In an emergency, the medical staff need quick access to patient records. ഒരു എമർജൻസി സിറ്റുവേഷനിൽ, ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പേഷ്യൻസിന്റെ റെക്കോർഡ് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പെട്ടെന്ന് തന്നെ റെക്കോർഡ്സുകൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. There are lesser risk of data loss or mismatching while using a computer. ഇപ്പൊ സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡാറ്റ നഷ്ടപ്പെടാനും അല്ലെ, ഡാറ്റ ലോസ് ആവാനും മിസ്മാച്ച് ചെയ്യാനൊക്കെയുള്ള ചാൻസുകൾ വളരെയധികം കുറവാണ് അല്ലെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുക. അതേസമയം നമ്മൾ പേപ്പർ റെക്കോർഡ്സ് ഒക്കെ ആണെങ്കിലോ ബുദ്ധിമുട്ടായിരിക്കും, ഇത്രയും നമ്മുടെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ്. അതേസമയം കമ്പ്യൂട്ടറിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന വിവരങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് അല്ലെങ്കിൽ മിസ്മാച്ച് ആവാനുള്ള ചാൻസുകളൊക്കെ വളരെയധികം എന്താണ്, കുറവാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അതാണ് കേട്ടോ ഒന്നാമത്തെ പോയിന്റ്, മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. രോഗികളുടെ വിവരങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, മോണിറ്റർ പേഷ്യൻസ് കേട്ടോ. എന്താണ്, പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. ചിത്രം നോക്കി നിങ്ങൾ കണ്ടോ, നോക്കി. ദ ഹോസ്പിറ്റൽസ് നൗ യൂട്ടിലൈസ് കമ്പ്യൂട്ടേഴ്സ് ടു കീപ് ദ ട്രാക്ക് ഓഫ് വൈറ്റൽ സൈൻസ് സച്ച് ഇസ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ അല്ലെ. ഈ പറയുന്ന ഹൃദയസ്പന്ദനം, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് പോലുള്ള വൈറ്റൽ സയൻസുകളൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഹോസ്പിറ്റലുകളിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. Additionally, the computer monitoring system collects helpful patient data. അതുകൂടാതെ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറിംഗ് മോണിറ്ററിംഗ് സിസ്റ്റം എന്താണ്, പേഷ്യന്റിന്റെ വിവരങ്ങളെ ശേഖരിക്കുകയും ചെയ്യുന്നു അല്ലെ. ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന പേഷ്യന്റിന്റെ ഡാറ്റകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പേഷ്യന്റിന്റെ വിവരങ്ങൾ കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ശേഖരിക്കുന്നു. പിന്നെന്താണ്, ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെറ്റ് ബാക്ക് ദിസ് ഡാറ്റ ഫോർ ഫ്യൂച്ചർ യൂസ് ഇൻ റിസർച്ച് ഓർ അതർ പർപ്പസ്. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന വിവരങ്ങൾ നമുക്ക് ഭാവിയിൽ ഈ പറയുന്ന ഗവേഷണ ആവശ്യങ്ങൾക്കും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് തിരികെ ലഭിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. കാര്യം കമ്പ്യൂട്ടറിലായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന വിവരങ്ങളുടെ ഭാവിയിലെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ടൊക്കെ സാധിക്കും അല്ലെ. പോയിന്റ് എന്താണ്, മോണിറ്റർ ദ പേഷ്യന്റ് കേട്ടോ. 2 പോയിന്റ് ആയി. മൂന്നാമത്തത് മെഡിക്കൽ റിസർച്ച് ആണ് കേട്ടോ. എന്താണ്, മെഡിക്കൽ ഗവേഷണങ്ങൾക്കും നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നോക്കി, ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് എ സർട്ടൈൻ എയിൽമെന്റ് ദ ക്ലിനിഷ്യൻസ് മേ നൗ സെർച്ച് മെഡിക്കൽ ഡാറ്റാബേസസ്. ഇപ്പൊ ഒരു പ്രത്യേക രോഗത്തെ പറ്റി, എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസുഖമാണ്, രോഗമാണ് അല്ലെ. ഒരു പ്രത്യേക രോഗത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിഷ്യൻസ്, ഡോക്ടർമാരും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഡാറ്റാബേസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
അല്ലെ. ഇപ്പൊ പ്രത്യേക പുതിയ വല്ല രോഗങ്ങൾ വരിക, അതിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ ഡാറ്റാബേസസ് ഉപയോഗിക്കുന്നുണ്ട്. The capacity of medical staff to get and apply the knowledge is being improved using the computers in health care. അല്ലെ, നമ്മൾ ഈ പറയുന്ന ആരോഗ്യ പരിചരണ രംഗത്ത് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നമുക്ക് കൂടുതൽ അറിവ് നേടുന്നതിനും അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നതിനും പ്രയോഗിക്കുന്നതിനും മാത്രം മെഡിക്കൽ സ്റ്റാഫുകളുടെ കപ്പാസിറ്റിയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെ, നമുക്ക് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ പണ്ടത്തെ പോലെയല്ല. ഇന്നിപ്പോ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തിനെ പറ്റിയും ഏതിനെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയാനും അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനുമുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. അല്ലെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മെഡിക്കൽ റിസർച്ച് കേട്ടോ. മെഡിക്കൽ റിസർച്ചിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് ആണ് ഇൻവെന്ററി. എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ? ഇൻവെന്ററി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്റ്റോക്ക് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. Knowing what medications are on hand is very necessary for a patient's therapy. നമ്മൾ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് ഏതൊക്കെ മരുന്നുകളാണ് അവിടെ ഉള്ളത്, ലഭ്യമായിട്ടുള്ളത് എന്നറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അറിയണ്ടേ? ഓക്കെ. അപ്പോ the rehabilitation process might be slowed down if a doctor prescribes a medication that is not in stock. അല്ലെ, ഇപ്പൊ സ്റ്റോക്കിൽ ഇല്ലാത്തൊരു മരുന്നാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഡോക്ടർ എന്താണ് അത് ഈ പറയുന്ന പേഷ്യന്റിന്റെ റീഹാബിലിറ്റേഷന് സ്ലോ ഡൗൺ ചെയ്യും. അല്ലെ, നിങ്ങൾ ഫാർമസിക്ക് പറഞ്ഞപ്പോൾ ഡ്രഗ് ഫോർമുലറി പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫാർമസി എന്ത് കൊടുക്കുന്നുണ്ട്? ഡോക്ടേഴ്സിന് ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെ, കാരണം ഏതൊക്കെ മരുന്നുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഡോക്ടേഴ്സിനെ സഹായിക്കുന്നത് ആ ഒരു ഡ്രഗ് ഫോർമുലറിയാണ്. അപ്പൊ സ്റ്റോക്കിൽ ഇല്ലാത്തൊരു മരുന്നാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെ, രോഗിയുടെ റീഹാബിലിറ്റേഷൻ അത് എന്ത് ചെയ്യുന്നു? സ്ലോ ഡൗൺ ചെയ്യുന്നു. Thus, it is important to keep an inventory list up to date. അതുകൊണ്ട് തന്നെ വളരെ ഈ പറയുന്ന ഇൻവെന്ററി ലിസ്റ്റ്, ഇൻവെന്ററി എന്ന് വെച്ചാൽ സ്റ്റോക്ക് എന്നാണ് കേട്ടോ. ഈ മരുന്നുകളുടെ സ്റ്റോക്ക് ലിസ്റ്റുകൾ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെ, അപ് ടു ഡേറ്റ് ആയിട്ട് എപ്പോഴും ഏതൊക്കെ മരുന്നുകൾ തീരുന്നുണ്ട്, ഏതൊക്കെ മരുന്നുകൾ നിലവിൽ അവൈലബിൾ ആണ്, അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ, ഓക്കെ. ഇൻ ദ മീൻ ടൈം ഇൻവെന്ററി കൺട്രോൾ ഇസ് ഡിസിസീവ് ഫോർ ദ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിന് മെഡിക്കൽ ഫെസിലിറ്റികൾക്കൊക്കെ ഈ പറയുന്ന ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റോക്കിനെ നിയന്ത്രിക്കുക, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. Therefore, inventory managers can trace stock levels through to computers. അപ്പൊ ഇത്തരത്തിൽ ഇൻവെന്ററി മാനേജർമാർക്ക് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് ലെവലുകൾ അറിയാനായിട്ട് സാധിക്കും. അല്ലെ, അവിടെ പോയി തപ്പേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത്തരം നമ്മൾ കമ്പ്യൂട്ടർ സംവിധാനം സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് ലെവലുകൾ തിരിച്ചറിയാനായിട്ട് ഇൻവെന്ററി മാനേജേഴ്സിനെ സഹായിക്കുന്നത് എന്ത് തന്നെയാണ്? ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണല്ലോ. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇൻവെന്ററി ആണ് കേട്ടോ. ഇൻവെന്ററി ആണ്. ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അഞ്ചാമത്തത് യൂസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ് കേട്ടോ. അതായത് നമ്മൾ ചില ശസ്ത്രക്രിയാ നടപടികൾക്ക് വേണ്ടിയിട്ടും എന്തുപയോഗപ്പെടുത്തുന്നുണ്ട്? കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെ, ഓക്കെ. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം മൾട്ടി ഫെസറ്റഡ് ടാസ്ക് വിത്ത് ആക്യുറസി. അറിയാലോ, കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ കൃത്യതയോടുകൂടി ഒന്നിലധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അല്ലെ, സോ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഓപ്പറേറ്റിംഗ് റൂംസ് ക്യാൻ സേവ് ദ ലൈഫ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലുള്ള കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം നമുക്ക് ആളുകളുടെ ജീവൻ സേവ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. ഫോർ കംപ്ലീറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ്സ് സർജൻസ് ഡിപെൻഡ്സ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. വളരെ സങ്കീർണമായിട്ടുള്ള ചില ശസ്ത്രക്രിയകളൊക്കെ പൂർത്തിയാക്കുന്നതിന് അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സർജന്മാരും എന്തുപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് പ്രൊസീജിയറുകളൊക്കെ എന്താ പറയാ, അതിന്റെ ഒക്കെ ഒരു പ്ലാനുകളൊക്കെ 3D ഇമേജിങ് എടുക്കാനും അതുപോലെ അനാട്ടമി, അതായത് ഹ്യൂമൻ അനാട്ടമി ഒക്കെ വിഷ്വലൈസ് ചെയ്യുന്നതിനും അപ്പൊ അതിൽ നിന്നുള്ള ഔട്ട്കംസ് ഒക്കെ പ്രെഡിക്റ്റ് ഒക്കെ ചെയ്യുന്നതിനായിട്ട് സർജന്മാർ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അവിടെ കമ്പ്യൂട്ടേഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പഠിക്കാത്തത് എന്താണ്? കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സിനും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് ആയിരുന്നത്. അപ്പൊ 5 പോയിന്റുകൾ പറഞ്ഞിട്ട് ആദ്യത്തെ എന്തായിരുന്നു? മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് ഇൻഫർമേഷൻ. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ എന്തായിരുന്നു? ഇൻവെന്ററി അല്ലെ, ഇൻവെന്ററി മോണിറ്റർ ദ പേഷ്യന്റ്. മൂന്നാമത്തെ എന്തായിരുന്നു? ഇൻവെന്ററി കൺട്രോള്. പിന്നെ അടുത്തത് യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു പോയിന്റ് കൂടെ പറഞ്ഞല്ലോ, മോണിറ്റർ മെഡിക്കൽ റിസർച്ച് അല്ലെ, മെഡിക്കൽ റിസർച്ചിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് 6th പോയിന്റ് ഇതാണ്, മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ്
ഇമേജിംഗ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ അതുപോലെ തന്നെ ഇമേജിംഗ് ടെക്നിക്കുകളിലൊക്കെ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ MRI, CT സ്കാന്, അൾട്രാസൗണ്ട് സ്കാനിങ് ഇതൊക്കെ ചെയ്യുന്ന എന്തുകൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്? നമ്മള് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പോയിന്റ് മാത്രം നോക്കിയാൽ മതി. Computers are widely used to operate medical machinery that conducts crucial medical testing, ultrasonography, CT scans, MRIs, blood test, etc. ഈ പറയുന്ന അൾട്രാസോണോഗ്രഫി, CT സ്കാന്, MRI സ്കാന്, അതുപോലെ മറ്റുള്ള ബ്ലഡ് ടെസ്റ്റ് പോലുള്ള മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനായിട്ടുള്ള മെഷീനറികൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും എന്തുപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. Doctors also utilize computers to display their findings and describe the illness and course of therapy. അത് മാത്രമല്ല ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ ഫൈൻഡിങ്സ്, അവരുടെ കണ്ടെത്തലുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതിനായിട്ട്, അതിനെ പ്രദർശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ആ ഒരു രോഗത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് കോഴ്സിനെ പറ്റിയിട്ടൊക്കെ വിശദീകരിക്കുന്നതിനൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. Computers may be used for 3D modeling and drawing അല്ലെ. അതുപോലെ ഇത്തരം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ 3D മോഡലിംഗും ഡ്രോയിങ്ങുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാം. പോയിന്റ് എന്താണ്? മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിങ്ങിനായിട്ട് കമ്പ്യൂട്ടറുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. Okay, the use of computers for the communication amongst the healthcare professionals helps the staff and makes their job easier because they are sometimes quite busy. അല്ലെ, ശരിയാണ് അല്ലെ. അതായത് നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് ഇടയിൽ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അത് അവിടുത്തെ സ്റ്റാഫുകൾ സഹായിക്കുക മാത്രമല്ല അവരുടെ ജോലി കുറെ കൂടി എന്താക്കി മാറ്റുന്നു? ഈസി ആക്കി മാറ്റുന്നതാണല്ലോ നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഇവരുടെ ജോലികളൊക്കെ കുറെ കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? സിംപ്ലിഫൈഡ് ആവാൻ തുടങ്ങി അല്ലെ, സ്ട്രീം ലൈൻ ആവാൻ തുടങ്ങി. വർക്ക് ഫ്ലോ കുറെ കൂടി ഈസി ആയി. അതുകൊണ്ട് അവരുടെ ജോബ് കുറെ കൂടെ ഈസി ആയി. കാരണം മിക്കപ്പോൾ അവരെന്ന് പറഞ്ഞാൽ കൂടുതൽ ബിസി ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. അവരെ സംബന്ധിച്ച് അവർക്ക് വർക്ക് ലോഡ് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സൗകര്യങ്ങൾ അവരുടെ ജോലിയെ കൂടുതൽ എളുപ്പമാക്കുന്നു. അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഹെൽത്ത് കെയർ സ്റ്റാഫ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ടൈം ചാറ്റ് ഓൺ എ കമ്പ്യൂട്ടർ ടു ഷെയർ ദ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ അല്ലെ. ഈ പറയുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അവർക്ക് തത്സമയം എന്താണ്? കമ്പ്യൂട്ടറിലൂടെ ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. അവർക്ക് തത്സമയം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സിലൂടെ അവർക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറുകൾ സഹായിക്കുന്നുണ്ട്. It is preferable to receive a text or post-it notes. കേട്ടോ, എന്താണ്? It is preferable to receive text or post-it notes. സാധാരണയായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അവോയ്ഡ് ചെയ്യാനും പിന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോസ്റ്റ്-ഇറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോട്ട് ടേക്കിംഗ് ആപ്സുകൾ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ സ്റ്റിക്കി നോട്ട്സുകൾ കണ്ടിട്ടില്ലേ? പല കളറിൽ ഇങ്ങനെ ചെറിയ വാങ്ങാൻ കിട്ടും നമുക്ക്, ഇങ്ങനെ പല പല കളറിൽ കുഞ്ഞു കുഞ്ഞു പീസ് ഓഫ് പേപ്പർ ആയിട്ട് നമുക്ക് അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓർക്കാനുണ്ടെങ്കിൽ, ആരെങ്കിലും ഫോൺ നമ്പറോ അഡ്രസ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടാസ്കുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മറന്നു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പീസ് ഓഫ് പേപ്പറിൽ ഇങ്ങനെ എഴുതി പല കളറിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കില്ലേ? നമ്മൾ വാട്സിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ നമുക്ക് ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നോട്ട്സുകൾ ഉണ്ട്. അതാണ് ഇവിടെ പോസ്റ്റ്-ഇറ്റ് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഈ പറയുന്ന ഡിജിറ്റലി കമ്പ്യൂട്ടറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പോയിന്റ് കേട്ടോ, ടെലിമെഡിസിൻ. എന്താണ് ടെലിമെഡിസിൻ സൗകര്യങ്ങൾ? എന്താണ് ടെലിമെഡിസിൻ എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് ടെലിമെഡിസിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ദ ആക്ട് ഓഫ് ട്രീറ്റിംഗ് പേഷ്യൻസ് റിമോട്ട്ലി വൈൽ നൈദർ ദ പേഷ്യന്റ് nor the practitioner is present physically is considered to be telemedicine. എന്താണ് പറയുന്നത്? അതായത് രോഗിയോ അല്ലെങ്കിൽ പ്രാക്ടീഷണർമാർ അല്ലെ, ഈ പറയുന്ന രോഗിയോ ഡോക്ടേഴ്സോ ഫിസിക്കലി ഹാജരാകാതെ വിദൂരത്ത് നിന്ന് അല്ലെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് തന്നെ രോഗികളെ ചികിത്സിക്കുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ടെലിമെഡിസിൻ എന്ന് പറയുന്നത്.
അല്ലെ, ഈ പറയുന്ന രോഗിയോ ഈ പറയുന്ന ഡോക്ടറോ ഫിസിക്കലി ഹാജരാകാതെ റിമോട്ടായിട്ട് തന്നെ അല്ലെ വിദൂരമായിട്ട് ഇരുന്നുകൊണ്ട് രോഗികളെ ചികിത്സിക്കുന്ന ആ ഒരു സംവിധാനം അല്ലെ, അതിനെയാണ് നമ്മൾ ടെലിമെഡിസിൻ എന്ന് പറയുന്നത് അല്ലെ. നേരിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഫിസിക്കലി അവര് ഹാജരാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നോക്കി അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ് ടെലിമെഡിസിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി: ദാറ്റ് ഓഫ് ട്രീറ്റിംഗ് പേഷ്യൻസ് remotely while neither the patient nor the practitioner is present physically is considered to be telemedicine. Doctors may now connect with the patients and the other medical personnel thanks to computers and cell phones. അപ്പൊ ഈ പറയുന്ന ഡോക്ടേഴ്സിന് കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ സെൽഫോണുകളും ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള രോഗികളുമായിട്ട് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ബന്ധപ്പെടാനായിട്ട് സാധിക്കും. ഡ്യൂറിംഗ് നാച്ചുറൽ കലാമിറ്റീസ് ടെലിമെഡിസിൻ ഈസ് ക്രൂഷ്യൽ ആസ് വെൽ. പ്രത്യേകിച്ച് ഈ പ്രകൃതിക്ഷോഭങ്ങള് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ടെലിമെഡിസിൻ വളരെയധികം എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, നിർണായകമാണ്. ആലോചിച്ചതൊക്കെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ വന്നു, ഇപ്പൊ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അസുഖമോ ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ടെലിമെഡിസിൻ സൗകര്യങ്ങൾ അവിടെ ഉപയോഗിക്കാം അല്ലെ. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ വഴി ബ്ലോക്ക് ആവും, ചിലപ്പോൾ റോഡ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെ, അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ടെലിമെഡിസിൻ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ടെലിമെഡിസിൻ. അടുത്തത് ഏതാണ്? കസ്റ്റമർ സർവീസസ് അല്ലെ, ഉപഭോക്തൃ സേവനങ്ങളാണ്. ഹോസ്പിറ്റൽസ് നൗ യൂസ് ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI to provide the regular customer services to the patients. Practically പറയുന്നുണ്ട് such as payments, making demands and complaints. അറിയാലോ, അതായത് പേയ്മെന്റുകള്, അവരുടെ ആവശ്യകതകള് അല്ലെങ്കിൽ അവരുടെ ചില പരാതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, അത്തരത്തില് രോഗികൾക്ക് മാത്രമല്ല കസ്റ്റമേഴ്സിന് സ്ഥിരമായിട്ടുള്ള ഉപഭോക്തൃ സേവനങ്ങൾ നൽകുന്നതിനായിട്ട് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പോലെയുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ എവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അവിടെയും കമ്പ്യൂട്ടർ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. പ്രത്യേകിച്ച് സ്ഥിരമായിട്ടുള്ള ഒരു ഉപഭോക്തൃ സേവനങ്ങൾ, ഇങ്ങനെയുള്ള ഉപഭോക്തൃ സേവനങ്ങൾ, ഇപ്പൊ അവരുടെ പേയ്മെന്റുകള് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരാതികളോ ആവശ്യകതകളോ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അത്തരത്തിലുള്ള ഉപഭോക്തൃ സേവനങ്ങൾ നൽകുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ ഇന്ന് എവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു കേട്ടോ. അടുത്തതാണ് ഓൺലൈൻ പേയ്മെന്റ് കേട്ടോ. ഓൺലൈൻ പേയ്മെന്റ് നമുക്കറിയാലോ എന്താണ്? ഹോസ്പിറ്റൽസ് നൗ മേക്ക് യൂസ് ഓഫ് ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽസ് ടു ഹെൽപ്പ് ദ പേഷ്യൻസ് ടു പേ ദെയർ ഹോസ്പിറ്റൽ ബിൽസ് ഓൺലൈൻ അല്ലെ. ഈ രോഗികൾക്ക് അവരുടെ ആശുപത്രി ബില്ലുകളൊക്കെ ഓൺലൈൻ ആയിട്ട് പേ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതിനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകള് ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറെ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ, ഫാർമസിക്ക്, ഇൻഷുറൻസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, എല്ലാത്തിനും ഓരോന്നും സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ട്? സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പൊ അത്തരത്തില് രോഗികൾക്ക് അവരുടെ ആശുപത്രി ബില്ലുകളൊക്കെ ഓൺലൈൻ ആയിട്ട് അടയ്ക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. This decreases the chances of errors and the task is performed in less time. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എറർ വരാനുള്ള ചാൻസുകൾ, പിശകുകൾ വരാനുള്ള ചാൻസുകൾ അവിടെ കുറവാണ്. അത് മാത്രമല്ല നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചുമതലകൾ നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് ഓൺലൈൻ പേയ്മെന്റ്. ഇത്രയാണ് വരുന്നത്. അപ്പൊ 10 യൂസേഴ്സ് പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. എന്തൊക്കെയായിരുന്നു? മെയിൻറ്റെയിനിങ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെ. പിന്നെന്താണ്? ടു മോണിറ്റർ ദ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഇൻവെന്ററി അല്ലെ, ഇൻവെന്ററിക്ക് സഹായിക്കുന്നു. മെഡിക്കൽ റിസർച്ചിൽ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ടെലിമെഡിസിൻ സൗകര്യങ്ങള്, കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്, യൂസർ ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? കമ്പ്യൂട്ടർ, ഈ പറയുന്ന കസ്റ്റമർ സർവീസുകൾക്കൊക്കെ ആയിട്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? 10 യൂസേഴ്സ് മനസ്സിലായോ നിങ്ങൾക്ക്? പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോ പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. അടുത്തത് കേട്ടോ, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ അഥവാ HIM കേട്ടോ. ആരാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ്
organize, oversee and protect the patient health information data which includes symptoms, diagnosis, medical histories, test results and procedures. Underline ചെയ്തു വെക്കുക കേട്ടോ. ആരാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്നതിന്റെ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? സിംറ്റംസ്, രോഗലക്ഷണങ്ങള്, അതുപോലെ ഡയഗ്നോസിസ്, രോഗനിർണയങ്ങള്, മെഡിക്കൽ ഹിസ്റ്ററികള്, അതുപോലെ പരിശോധനാ ഫലങ്ങള്, മറ്റുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള പേഷ്യന്റിന്റെ ആരോഗ്യ വിവരങ്ങള് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിനും അതുപോലെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതിനും നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ് ആര്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജർ അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജർ. കാര്യം ഇതൊക്കെ സിസ്റ്റം ബേസ്ഡിലാണ് ചെയ്യണതെങ്കിലും അതിന്റെ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്ത് അത് ഓവർസീ ചെയ്തു പോകുന്ന വ്യക്തി ആരാണ്? അത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് കേട്ടോ. HIM എന്നാണ് പറയാ, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Exact job description relies on the professional's job title. However, there are some daily tasks that most health information managers do. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് അഥവാ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസുകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പൊ 6 ഡ്യൂട്ടീസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താ നോക്കിയേ? എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ടു എൻഷുവർ ദ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് മെഡിക്കൽ റെക്കോർഡ്സുകളുടെ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ളതും വളരെ കൃത്യമായിട്ടുള്ളൊരു രേഖപ്പെടുത്തൽ ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നതിനായിട്ട് ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ സംവിധാനങ്ങൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ സംവിധാനങ്ങൾ, പ്രോസസ്സൊക്കെ കൃത്യമായിട്ട് സ്ഥാപിക്കുക അല്ലെ? അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരം മെഡിക്കൽ റെക്കോർഡുകളൊക്കെ വളരെ വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും അതുപോലെ വളരെ കൃത്യമായിട്ടൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നതിനായിട്ട്, രേഖപ്പെടുത്തുന്നതിനായിട്ട് ഈ പറയുന്ന ആരോഗ്യ വിവര സംവിധാനങ്ങളും പ്രോസസ്സും നല്ല രീതിയിൽ സ്ഥാപിക്കുക അല്ലെ? നല്ല രീതിയിൽ അത് സ്ഥാപിക്കുക. പിന്നെന്താണ് രണ്ടാമത്തെ പോയിന്റ്? വർക്ക് വിത്ത് വാരിയസ് മെഡിക്കൽ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് ടു എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് ആക്യുറസി ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ഈ പറയുന്ന രോഗികളുടെ വിവരങ്ങളുണ്ടല്ലോ, പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണമേന്മയും അതിന്റെ കൃത്യതയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നഴ്സസും ഡോക്ടേഴ്സും ഉൾപ്പെടുന്ന മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. അവരുമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അത്രയേ ഉള്ളൂ. പേഷ്യന്റിന്റെ വിവരങ്ങള് അല്ലെങ്കിൽ അവരുടെ ആക്യുറസി, ഹെൽത്ത് ഇൻഫർമേഷൻ വളരെ അതിന്റെ ഒരു ഗുണമേന്മയും അതിന്റെ ഒരു ആക്യുറസിയും ഒക്കെ വർദ്ധിപ്പിക്കണം അല്ലെ? അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സും നഴ്സസും മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടതും ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് കോഡാണ്. കോഡ് എന്ന് വെച്ചാൽ എന്താണ്? കൊളാബറേറ്റ് വിത്ത് കോഡേഴ്സ് ടു എൻഷുവർ സെക്യൂർ ആൻഡ് ബഗ് ഫ്രീ സിസ്റ്റംസ് ഫോർ കൺട്രോളിംഗ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ. നമ്മൾ ഈ പറയുന്ന രോഗിയുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതിനായിട്ട്, കൺട്രോൾ ചെയ്ത് ഹെൽത്ത് ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ അവരുടെ വിവരങ്ങൾ വളരെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സുരക്ഷിതവും ബഗ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസും ഉപയോഗിക്കുക. അതാണ് അതിനായിട്ടുള്ള കോഡുകളും മറ്റൊക്കെ ഉപയോഗിക്കുക. നമ്മൾ പാസ്വേഡ് ഒക്കെ പറഞ്ഞില്ലേ, പാസ്വേഡ് ഒക്കെ നല്ല കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കോഡ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാതെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടൊക്കെ ആക്സസ് ഉണ്ടാവാനും പേഷ്യന്റിന്റെ വിവരങ്ങളൊക്കെ ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഹെൽത്ത് ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതിന് വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ സുരക്ഷിതവും ബഗ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസുകളും കോഡുകളും ഉപയോഗിക്കാം. അതായത് കോഡിംഗ്, സെക്യൂരിറ്റി പ്രോട്ടോകോൾസ്, അതുപോലെ അങ്ങനെയുള്ള കോഡിംഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കണം കേട്ടോ. അതൊക്കെ ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് കേട്ടോ. അടുത്തത് മേക്ക് റെഗുലർ ഓഡിറ്റ്സ് ടു എൻഷുവർ ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്സ് ആൻഡ് പ്രോസസ് കംപ്ലൈ വിത്ത് ദ ഗൈഡ് ലൈൻസ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആസ് വെൽ ആസ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസ് കേട്ടോ. അതായത് ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ടെക്നിക്കുകള്, അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് പതിവായിട്ടുള്ള ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യാം. അതായത് ഗൈഡ് മാർഗനിർദ്ദേശം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ. ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാത്ത ക്ലാസ് 2 പോയിന്റ് മാത്രമായിട്ട് മാറ്റി വെക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ഒന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ആസ് വെൽ ആസ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസ്, അതായത് കേന്ദ്ര നിയമങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ സ്റ്റേറ്റ് ലോസുകളൊക്കെ കൃത്യമായിട്ട്, അതായത് ഈ പറയുന്ന
നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ ടെക്നിക്കുകൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രോസസ്സുകളൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ് ആൻഡ് നമ്മുടെ കേന്ദ്ര സംസ്ഥാന മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യണം, പതിവായിട്ട് ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യണം കേട്ടോ. പതിവായിട്ടുള്ള ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യണം. അതാരുടെ ഡ്യൂട്ടിയാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ, കോപ്പറേറ്റ് വിത്ത് കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ് ദാറ്റ് റെഗുലർലി ട്രാക്ക് ഓഡിറ്റ്സ് ആൻഡ് ഡിനൈൽസ് ഫ്രം തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് ഫൈൻഡ് ദ ട്രെൻഡ്സ് ഇൻ ദ ഡാറ്റ കേട്ടോ. അതായത് നമ്മുടെ തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് അതുപോലെ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നൊക്കെ ഓഡിറ്റുകളും ഡിനൈൽസ് ഒക്കെ വരില്ലേ, ഇൻഷുറൻസ് ഡിനൈൽസ് ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവായിട്ട് പരിശോധിക്കുന്നതിനും അതുപോലെ ഡാറ്റയിൽ നിന്ന് ആ ട്രെൻഡൊക്കെ മനസ്സിലാക്കുന്നതിന് പരിശോധനകളൊക്കെ നടത്തുന്ന കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക. കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ്, ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നൊക്കെ ഓഡിറ്റിനൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ, പതിവായിട്ട് പരിശോധനകളും ഓഡിറ്റൊക്കെ നടത്താനായിട്ടും ഒക്കെ വരുന്ന കംപ്ലൈന്റ്സ് ഓഫീസറുമായിട്ട് നല്ല രീതിയിൽ, അത്തരം ഓഫീസർമാരുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക കേട്ടോ. നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ആറാമത്തെ പോയിന്റ് എന്താണ്? ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫർമേഷൻ ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ, പ്രോസസ് ഇംപ്രൂവ്മെന്റ്, പ്രിപ്പയർ റിപ്പോർട്ട്സ് ആൻഡ് റിസർച്ച് പർപ്പസസ് കേട്ടോ. ബെറ്റർ യൂട്ടിലൈസേഷൻ അല്ലെ, മെച്ചപ്പെട്ട വിനിയോഗത്തിന്, അതുപോലെ നല്ല രീതിയിൽ അവിടുത്തെ പ്രോസസ്സുകൾ മെച്ചപ്പെടുത്തുന്നതിനും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും റിസർച്ച് ആവശ്യങ്ങൾക്കുമായിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക കേട്ടോ. നമുക്ക് അറിയാലോ, എല്ലാം സിസ്റ്റം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ ആ വിവരങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും അവിടുത്തെ പ്രോസസ്സുകളൊക്കെ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് അതിനെ വിശകലനം ചെയ്യുക. അപ്പൊ നമ്മൾ സിസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇത്രയുമാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ദീസ് ആർ ദ സം ജോബ്സ് കാരിഡ് ഔട്ട് ബൈ ദ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ്. റിലൈങ് ഓൺ ദ സ്പെസിഫിക് സബ് ഫീൽഡ് വി എന്റർ ഇൻ, വി മേ ഹാവ് മോർ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇതോടുകൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കാണ്. ഞാനും നിങ്ങളോട് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കഴിഞ്ഞു ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ എനിക്ക് കയറേണ്ടി വരുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എങ്ങനെയായാലും എന്താണ്, ഒരു 6 മാസത്തെ പരിചയമാണ് നിങ്ങളായിട്ടുള്ളത്. അപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുട്ടികളാണ്. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ വരാം, ക്ലാസ്സിൽ വരാം. അതല്ലാതെ ചിലപ്പോ ഇനിയിപ്പോ പറ്റിയില്ലെങ്കിലോ. അപ്പൊ നിങ്ങൾ കോൺവെന്റ് ചെയ്ത് നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതണം കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ നന്നായി പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുന്ന ടീച്ചർമാരെ മറക്കരുത് കേട്ടോ. അപ്പോഴും ഓർക്കണം തന്നെ. അതുപോലെ തന്നെ നല്ലപോലെ പഠിച്ച് പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം ജോലിയൊക്കെ കിട്ടട്ടെ കേട്ടോ. അതിനായിട്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കാം. കോൺവൊക്കേഷൻ സെറമണി വരുമ്പോ വരണം കേട്ടോ. മറക്കരുത്, നിങ്ങൾ എല്ലാവരും വരണം. അപ്പോഴേ എനിക്ക് നിങ്ങളെ കാണാനായിട്ട് അവസരം ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ നേരിട്ട് കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോ അങ്ങനെ ഒരു അവസരത്തിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ വരണം കേട്ടോ, മറക്കരുത്. അതുപോലെ എന്നെ മറക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ശരി. നിങ്ങള് നല്ല കുട്ടികളാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുട്ടികളാണ്. ഒരു തവണ മാത്രമേ ഇൻവിജിലേഷന് മാത്രമായിട്ട് ഞാൻ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഏതോ ഒരു ക്ലാസ് റൂമിൽ മാത്രമേ ഞാൻ കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഓർക്കണം കേട്ടോ. ശരി ശരി. അപ്പൊ ശരി, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ ആണോ? ഓക്കെ, താങ്ക് യു. ശ്രീലക്ഷ്മിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്. ശ്രീലക്ഷ്മിയുടെ ക്ലാസ്സിലായിരുന്നു ഞാൻ ഇൻവിജിലേഷൻ ഓർമ്മയുണ്ട് ശ്രീലക്ഷ്മിനെ. പിന്നെ എന്നെ ഓർക്കാട്ടോ എപ്പോഴും. നമുക്കൊരു കുട്ടികളെ കാണുമ്പോഴാണ് ഒരു സന്തോഷം, അവരിൽ നിന്ന് നല്ലത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. നമുക്ക് എല്ലാ നന്മകളും ഉണ്ടാകാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ജോലി എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്, അറിയാലോ നിങ്ങൾക്ക്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സൊസൈറ്റിയിൽ ഒരു വില ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മളൊരു എന്താ പറയാ, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് എന്താ പറയാ, അറിയില്ല ദേവിക, PG ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ.
അപ്പം ജോലിയൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നേടിക്കണം, നിങ്ങളുടെ സ്കില്ലും കൂടെ ഉപയോഗിക്കണം കേട്ടോ. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും നല്ലൊരു ജോലിയിൽ എത്താൻ പറ്റട്ടെ. നന്നായിട്ട് ഏൺ ചെയ്ത് സ്വന്തമായിട്ടൊക്കെ ഏൺ ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ നിങ്ങളെ ലൈഫ് എൻജോയ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ എന്താ പറയാ, ഓക്കെ ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളാവുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഫാമിലി, കുട്ടികള്, അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അതിന്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ അങ്ങനെ സമയം കണ്ടെത്താണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കായിട്ട് ഒരു സമയം ഉണ്ടാവില്ല. ഞാനൊക്കെ അത് നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ കുറെ നാൾ ഹൗസ് വൈഫായിട്ട് ഇരുന്ന ഒരാളാണ്. അപ്പോ എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. അപ്പോ ഇപ്പോഴാണ് നമ്മളൊരു ജോലിക്കൊക്കെ കയറിയപ്പോഴാണ് എനിക്ക് എന്നെ തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് തോന്നി തുടങ്ങിയത് അപ്പോഴാണ്. അപ്പൊ നിങ്ങളും എത്രയും പെട്ടെന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവാം, അറിയാവുന്നാലും നല്ലൊരു ജോലിയിലേക്ക് എന്തായാലും എത്തട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരാണ് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ കേട്ടോ. ശരി, മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.